ആക്കിക്കളഞ്ഞു. ഇതിലും വലിയ ശത്രുത ലോകത്ത് മുസ്ലിങ്ങളോട് യഹൂദികൾ ചെയ്യാനുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന കാലഘട്ടത്തിന്റെ ഇതിഹാസമായ മുസ്ലിം സമുദായത്തിന് അല്ലാഹു കനിഞ്ഞു നൽകിയ മഹാസംഭാവനയായ കാലഘട്ടത്തിന്റെ മുജദ്ദിദായ ഖമറുൽ ശൈഖുന കാന്തപുരം AP ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരു പത്രത്തിൽ ഞാൻ വായിച്ചുപോയി, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം നടത്തുന്ന സമ്മേളനത്തിൽ തുർക്കിയിലെ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഗാസയിലെ പാവപ്പെട്ട ഫലസ്തീനിലെ മക്കള് കൊല ചെയ്യപ്പെടുന്നതിന് പരിഹാരം പറയാൻ കാന്തപുരം തുർക്കിയിലെ പ്രധാനമന്ത്രിയെ കാണുകയാണ്. മലപ്പുറത്തും കോഴിക്കോടും പ്രവർത്തിക്കുന്ന ലീഗിന്റെ പ്രസിഡന്റല്ല കാന്തപുരം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് 3 ജില്ലയിൽ ഒതുങ്ങിയ പാർട്ടിയല്ല ഈ പാർട്ടി. ഇത് ശരിക്കും ഇന്റർനാഷണൽ തന്നെയാണ്. തുർക്കിയിലെ പ്രധാനമന്ത്രിയെ കാണുകയാണ്. ഇന്ത്യയില് ഒരുന്നപറ്റ മുസ്ലിമിന് പതിറ്റാണ്ടുകളായി ഫലസ്തീനിലെ മക്കളെ പെടഞ്ഞു മരിക്കുമ്പോ ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രിമാരെ കണ്ട് പാവപ്പെട്ട ഫലസ്തീനുകളെ രക്ഷപ്പെടുത്തണമെന്ന് പറയാൻ ഇസ്ലാമിന്റെ മൊത്തം കുത്തക ക്വാളിഫിക്കേഷൻ പോക്കറ്റിലെത്ത ആളുകള് ഒരു നേതാവിനെയും കണ്ടില്ല. മാക്സിമം ഒച്ചുണ്ടാക്കിയ ഡൽഹിയിൽ അപ്പുറം, അതിന്റെ അപ്പുറത്തേക്ക് കടക്കില്ല ഈ കടമ്പ. ഞാൻ ആരെയും പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, യാഥാർത്ഥ്യങ്ങളാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് പുത്തനത്താണി പ്രസംഗിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. എന്താ സ്റ്റേറ്റ്മെന്റില്? ഗാസയിലെ പ്രശ്നം തീർക്കാൻ, ഫലസ്തീനിന്റെ പ്രശ്നം തീർക്കാൻ ശൈഖുന കാന്തപുരവും മാർപ്പാപ്പയും ഇടപെടണം. കുറച്ച് ആൾക്കാർ ഹാലിളകിയിട്ട് പറഞ്ഞു, മാർപ്പാപ്പയും കാന്തപുരം തുല്യതമാക്കി സക്കാഫി. തുല്യാക്കിയതല്ല, ലോകത്തെ കത്തോലിക്ക സഭയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന 132 കോടി ക്രിസ്ത്യാനികളുടെ ആധികാരിക ശബ്ദമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ, വത്തിക്കാനിന്റെ ഭരണാധികാരി. സെന്റ് ബസിലിയസ് എന്ന് പറയുന്ന ചർച്ചിന്റെ അകത്ത് പ്രാർത്ഥനയ്ക്ക് കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്ന ആ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം ലോകത്തെ മുസ്ലിങ്ങൾ ഭീകരവാദികളല്ല എന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് അടുത്ത ദിവസം മുസ്ലിങ്ങളാരും ഭീകരവാദികളല്ല, നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്, ഇസ്ലാം നല്ല മതാണെന്ന് പറഞ്ഞു മാർപ്പാപ്പ. അങ്ങേക്ക് സ്തുതി, കർത്താവെ അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞ പോലെ മാർപ്പാപ്പയെ അങ്ങേക്ക് സ്തുതി, താങ്ക് യു വെരി മച്ച്. അത്രയെങ്കിലും പറഞ്ഞു പോയല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു, 2 നേതാക്കൾ വിചാരിച്ചാലേ ലോകത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദായമായ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ നേതാവായ മാർപ്പാപ്പ ലോകത്ത് 132 കോടി മുസ്ലിമീങ്ങൾക്കും മലപ്പുറത്ത് അറിഞ്ഞവനെ കോഴിക്കോട്ട് അറിയില്ല, കോഴിക്കോട്ട് അറിഞ്ഞവനെ മലപ്പുറത്ത് അറിയില്ല, കേരളത്തിൽ അറിഞ്ഞവനെ തമിഴ്നാട്ടിൽ അറിയില്ല, തമിഴ്നാട്ടിൽ അറിഞ്ഞവനെ കേരളത്തിൽ അറിയില്ല, ബീഹാറിൽ അറിഞ്ഞവനെ ഹരിയാനയിൽ അറിയില്ല, ഹരിയാനയിൽ ജമ്മു കാശ്മീരിൽ അറിയില്ല, ഇന്ത്യയിൽ അറിഞ്ഞവനെ ഗൾഫിൽ അറിയില്ല, ഗൾഫിൽ അറിഞ്ഞവനെ ഇന്ത്യയിൽ. ഇതപ്പോ നമ്മുടെ നേതാക്കൾ, ഇന്റർനാഷണൽ നേതാക്കളുടെ കഥ. കാന്തപുരം ഉസ്താദ് അങ്ങനെയാണോ? ലോകത്തിലുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ചെന്നാൽ ഇന്ത്യയിലുള്ള മുസ്ലിമിന്റെ ഒരു പേര് പറയുമ്പോ, ഇന്ത്യയിലെ മുസ്ലിമിന്റെ നേതാവാരെന്ന് ചോദിക്കുമ്പോ ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയാൻ ഒരു പേരുണ്ടാക്കിയെടുത്തു. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഷെയ്ഖ് സൈനുദ്ദീൻ ഉസ്താദ് ചെറുശ്ശേരി എന്ന് പറയുന്നതിന് വിരോധമൊന്നുമില്ല മിസ്റ്റർ ഹേ. പക്ഷേ ആ ക്രെഡിബിലിറ്റിയിലേക്ക് എത്തണം, നിങ്ങൾ എത്തിക്കണം. വിരോധമൊന്നുമില്ല കേട്ടോ, അസൂയൊന്നുമില്ല. വളരണം, ഉയരണം. ഒരു നോളജ് സിറ്റി ഇവിടെ വരുമ്പോ അതിന് സ്റ്റേ കൊടുക്കുകയല്ല വേണ്ടത് പ്രിയപ്പെട്ട മക്കളെ. 10 നോളജ് സിറ്റി അപ്പുറത്തുണ്ടാക്കുക, അതാ വേണ്ടത്. ഈ സമുദായത്തിന്റെ പ്രശ്നം മുഴുവൻ നോളജ് സിറ്റി കൊണ്ട് തീരുമെന്ന് കാന്തപുരം ഞങ്ങളും വിശ്വസിക്കുന്നില്ല. നിരവധി നോളജ് സിറ്റികൾ ഇനിയും വേണം. കേരളത്തിൽ മാത്രം പോരാ, അങ്ങകലെ 7 കോടി ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശില് ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ 7 കോടി മുസ്ലിമുണ്ട്. അവിടെ കടന്നു ചെന്നിട്ടൊരു യൂണിറ്റ് പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ കൊണ്ട്. 7 കോടി മുസ്ലിങ്ങളുണ്ട്. ഇവിടെ ആകെ 86-90 ലക്ഷം മുസ്ലിമുള്ളോടത്ത് പറയണോ ഞങ്ങളിവിടെ ഇല്ലെങ്കിൽ നിങ്ങളും വേണ്ട. ഇന്തോനേഷ്യയിൽ ലോകത്തെ ഏറ്റവും മുസ്ലിങ്ങൾ ഉണ്ടായത് ഒരു പാർട്ടി ഉണ്ടായിട്ടല്ല. ഇത് അള്ളാഹുടെ ദീന, അള്ള വളർത്തുക. പിന്നെ നമ്മളതിന് ചെയ്തതിന്റെ ഖിദ്മത്തിന്റെ കൂലി അള്ള നമുക്ക് തരും കേട്ടോ. നമ്മൾ ആരും അഹങ്കരിക്കേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചീത്ത വിളികളും വേണ്ട. ഞാൻ ഗ്രൂപ്പീസത്തിനെ പറ്റി ഒരിക്കലും പറയുന്നില്ല. ഈ KAP 2 ഗ്രൂപ്പേ ഇല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒന്നേ ഉള്ളൂ. ഞങ്ങൾ ശൈഖുന
ചെറുശ്ശേരി ഉസ്താദിന് ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്കും മരിച്ചുപോയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കും ദുആ ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള് ഒരു കറാമത്തെങ്കിലും വാതിൽ പറയാതെ ഈ ഉള്ളവന്റെ വാതിൽ സമാപിച്ചതായി എന്റെ ഓർമ്മയിലില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ബാഫക്കി തങ്ങളുടെ ചരിത്രം ഓർമ്മ വരികയാണ് എനിക്ക്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ചുണക്കുട്ടിയായിരുന്നു അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള്. എവിടെ ചെന്നാലും, കൊയിലാണ്ടി പോയാലും, കോഴിക്കോട് വന്നാലും, കണ്ണൂർ വന്നാലും, ഡൽഹിയിൽ വന്നാലും ബാഫക്കി തങ്ങൾ പറയലുണ്ട്, ആരൊരു മുസ്ലിമിനെ കണ്ടാ വിളിച്ചു പറയും, മോനെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഹദ്ദാദ് റതീബ് ചെല്ലാതെ പറഞ്ഞല്ല. അത് പറയുന്ന കേരളത്തിലുള്ള തങ്ങളായിരുന്നു ബാഫക്കി തങ്ങള്. സുബ്ഹാനല്ലാഹ്, അതിന്റെ കറാമത്ത് ബാഫക്കി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് കണ്ടോ? ഖദീജ ബീവിയുടെ ഖബറിന്റെ ചോട്ടില് മക്കയിലെ ജന്നത്തുൽ മഹല്ലയില് എത്രയോ ഇന്ത്യക്കാരെ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹജ്ജിന് പോയി മരിച്ചപ്പോൾ. എന്നാൽ അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ഞാൻ ജനിച്ചിട്ട് 8 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞപ്പോ മരിച്ച തങ്ങളാണ്. ജീവിതത്തിൽ നേരിട്ട് കാണാൻ ഈ അലീവന് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ആ ബാഫക്കി തങ്ങളുടെ ഖബറ് ഖദീജ ബീവിയുടെ ഖബറിന്റെ ചോട്ടില് ഇന്നും മീസാങ്കല്ല് പുഴക്കി എറിയാതെ കിടക്കുന്നത് അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമായിട്ട് അതേ ഹദ്ദാദ് മുടങ്ങാതെ ചെല്ലണമെന്ന് പറഞ്ഞ തങ്ങള് സമസ്തയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു സമയം ശംസുൽ ഉലമയും തങ്ങളും ഉറക്കത്ത് ഉറങ്ങാൻ പോവുകയാണ്. ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാരെ വിളിച്ചിട്ട് ബാഫക്കി തങ്ങള് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ചിലപ്പോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തഹജ്ജുദിന് വിളിക്കണം കേട്ടോ. ശംസുൽ ഉലമ പറഞ്ഞു, നഅം തങ്ങളെ വിളിക്കാ. ആ പറഞ്ഞ ശംസുൽ ഉലമ ഉറങ്ങിപ്പോയി. നേരം 4 മണിയായപ്പോ 2:30 മണിക്ക് കടഞ്ഞ അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള് എഴുന്നേറ്റ് വന്നിട്ട് ശംസുൽ ഉലമയുടെ വാതിക്കൽ മുട്ടി വിളിക്കാണ്, ഉസ്താദേ തഹജ്ജുദ് നിസ്കരിക്കണ്ടേ. അതാണ് അഹ്ലു ബൈത്ത്, അതാണ് ദീന്. ദീന് കഴിഞ്ഞിട്ട് മതി രാഷ്ട്രീയം മക്കള്. രാഷ്ട്രീയത്തിന് വേണ്ടി ദീന് പണയപ്പെടുത്തരുത്. 4 സീറ്റിന് വേണ്ടി സമുദായത്തെ വിൽക്കരുത്. 5 കസേരയ്ക്ക് വേണ്ടി സമുദായത്തിന്റെ ദൗർബല്യം മുതൽ